ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മീറ്റർ റീഡർ എക്സാമിനേഷൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം എങ്ങനെയുണ്ട് എന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാലികമായൊരു ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം കഴിഞ്ഞിരിക്കുന്നു. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു നേരിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് എക്സാം ഒരു എളുപ്പമുള്ള എക്സാമിനേഷൻ ആയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ITA ലെവൽ എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യനുകൾക്ക് നിലവാരമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ അക്കാഡമിയിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന് നമ്മൾ നല്ല നിലവാരമുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ചോദിക്കുമായിരുന്നു ITA ലെവൽ എക്സാമിനേഷൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇടുന്നതെന്ന്. എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നല്ല നിലവാരമുള്ളതായിരുന്നു. ഇത്തരം നിലവാരമുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയും ആ ഒരു തലത്തിൽ പഠിക്കുകയും ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്ന് കഴിഞ്ഞ എക്സാമിനേഷൻ വളരെ എളുപ്പമുള്ളതായിരുന്നു. എന്നാൽ നമ്മുടെ പ്രിപ്പറേഷൻ കേവലം ഒരു ITA ലെവലിൽ മാത്രമായിരുന്നു എന്നതെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ നിലവാരമുള്ളതായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സാമിനേഷൻ എളുപ്പമായിരുന്നു. ഏതാണ്ട് 80 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ തന്നെ നെഗറ്റീവുകളൊന്നും വരുത്താൻ വളരെ സാധ്യത കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് അത്രയധികം മാർക്ക് നമ്മുടെ കുട്ടികൾ നേടിയിട്ടുണ്ട് എന്ന് അഭിമാനകരമായി തന്നെ പറയാൻ കഴിയും. അപ്പോൾ എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലിയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന രീതിയിലൊരു പൊസിഷനിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രിപ്പറേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രമാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ മാർക്ക് താഴേക്ക് പോയെങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങളെ തേടി നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനിയും ഈ ഒരു അവസരം കഴിഞ്ഞിട്ടില്ല. മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് 536/2025 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമാണ് ഇനി വരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 539/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോർട്ട് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് അടുത്ത പോസ്റ്റ്. ഇനി അതുപോലെ തന്നെ 541/2025 എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ ഇറിഗേഷനിലേക്കുള്ളതാണ്. അടുത്തതായിട്ട് 548/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത്. അടുത്തത് 549/2025 തന്നെ വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ഉം ഓവർസിയർ ഗ്രേഡ് 2 ആണ്. ഇത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അടുത്തതായിട്ട് 553/2025 എന്ന നമ്പറിൽ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട്. ഇനി അതുകൂടാതെ 697 ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതും ഏതാണ്ട് ഈ ലെവലിലുള്ള എക്സാമിനേഷനാണ്. ഇതും നിങ്ങളുടെ മുമ്പിലുള്ള മറ്റൊരു എക്സാമിനേഷനാണ്. ഇനിയും അതുപോലെ തന്നെ 735/2025 വരുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത്. ഇനി 613/2025 ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് 706/2025 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇനി വരാനുള്ളതാണ്. അതുപോലെ തന്നെ ലെക്ചർ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മറ്റൊരു എക്സാമിനേഷനാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മറ്റൊരു എക്സാമിനേഷനാണ്. അങ്ങനെ നിരവധി എക്സാമിനേഷനുകളാണ് മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അതായത് കേവലം ഒരു മീറ്റർ റീഡർ മാത്രമല്ല നിങ്ങളുടെ മുമ്പിലുള്ളത്, ഏതാണ്ട് 10-ലധികം പോസ്റ്റുകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടത് കേവലം ഒരു ജോലി മാത്രമാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃകയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ മീറ്റർ റീഡർ എക്സാമിനേഷന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിനേഷനുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾക്കുള്ള ഒരു ടെക്നിക്കൽ പോസ്റ്റിലെ വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അതിനായിട്ട് കൃത്യവും സ്ഥിരതയുമുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളുടെ മുമ്പിൽ വേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ളൊരു പഠന മാതൃകയും വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിക്ക് ഇതിനോടകം തന്നെ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിരവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉയർന്ന റാങ്കിൽ എത്താൻ കഴിയും. മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ മീറ്റർ റീഡർ എക്സാമിനേഷന്റെ ആൻസർ കീ അനാലിസിസ് ഇന്ന് വൈകുന്നേരം 4:30 നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കൃത്യമായിട്ട് കയറി കാണണം. നിങ്ങളുടെ പഠനത്തിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു സംസ്ഥാന തലത്തിൽ നടന്നിരിക്കുന്ന ഒരു കേരള PSC എക്സാമിനേഷനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്തുവെന്നും അതിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയെന്നും എന്തൊക്കെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും സ്വയം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായി ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു കാര്യം കൂടി, പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ വീഡിയോയുടെ മറ്റു വിവരങ്ങളും ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.